ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഞ്ഞാന്ന് ഞാൻ കേക്കിൻ്റെ റെസിപ്പി കാണിക്കാണ്ട് പോയ പൊക്കല 2-3-4 ദിവസമായി. കുറച്ച് ഓർഡറും കാര്യമില്ല അങ്ങനെ എല്ലാം ഉണ്ടായി. അപ്പോൾ ഇതില്ലേ 2-3 ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നിച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇതൊരു ദിവസം ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ദോശയും ഒരു മിക്സ് കറി പച്ചക്കറിയോ അന്ന് വെച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ ഞാനില്ലേ വിറ്റെന്താ പറയുക, ദോശ അരി വെള്ളത്തിലിടാൻ നോക്കുമ്പോൾ പച്ചരി കഴിഞ്ഞിന്. എപ്പോഴും ഞാൻ എടുക്കുന്ന സാധനമല്ല, എന്നിട്ട് കഴിഞ്ഞ കറി നീല ഓരോരോ ഐറ്റം. അങ്ങനെ ഞാൻ എന്തൊക്കെയോ നെയ്ച്ചോറിൻ്റെ അരി വെള്ളത്തിലിട്ടാക്കിയ ദോശയാണ്. നല്ല മണമുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് മറ്റേ ദോശൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. മണമുണ്ട്, കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസം പോലെ ഉണ്ട് നമ്മളാ പച്ചരിനേക്കാളും. അങ്ങനെ അപ്പോൾ പുള്ളർക്കെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ലാസ്റ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് മേങ്ങിയോണ്ടില്ല നല്ല കൊണ്ടായിരുന്നു. ഞാൻ ഗ്യാസിൻ്റെ അടുത്തെല്ലാം കച്ചറായിട്ടുണ്ട്. ഓർഡർ കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ പാത്രം പോകാനൊക്കെ ക്ലീൻ ആക്കാൻ നിന്നിട്ട് ഞാൻ പുള്ളറെല്ലാം വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേരൊന്ന് സെറ്റാക്കാൻ നിന്നിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ പിന്നെ കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് കിടന്നിട്ട് പിന്നെ രാവിലെയാണ് എണിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ ഇതാത് ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. എക്സാം അല്ലേ, ലാസ്റ്റ് ടൈമിൽ പഠിക്കാനാക്കുന്നത്. മുമ്പേ പഠിച്ചിരുന്നില്ലെങ്കിൽ പഠിക്കില്ല. അങ്ങനെ അവന് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടെല്ലാം അടിച്ചിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ വീഡിയോയാണ് എടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി കാണിക്കുക എന്നുള്ള ചെല്ലിട്ട് പോയിട്ട് ഞാൻ കേക്കിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. പക്ഷേ ഒരാഴ്ചയായിട്ട് നമുക്ക് വോയിസ് കൊടുക്കാനേ കഴിഞ്ഞില്ല. വോയിസ് കൊടുക്കാനുള്ളൊരു ടൈമേ കിട്ടിയിട്ടില്ല. വോയിസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കിയിട്ട് കാണണമെങ്കിൽ കുറച്ച് നല്ല പണിയുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെങ്കിൽ അതങ്ങനെ പെൻഡിങ്ങിലുണ്ടായി. അങ്ങനെ 2-3 ദിവസത്തെ വീഡിയോ ഒക്കെ ചെയ്യാറില്ല ഞാൻ. അങ്ങനെ ഞാൻ ചായയെല്ലാം വെക്കുമ്പോൾ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഫുള്ള് കച്ചറായി. നമുക്കില്ല ടൈൽസ് എല്ലാം ഇട്ടെങ്കിൽ പ്രശ്നമില്ല. അത് നോക്കിയാൽ ചുമര് ഫുള്ളി നമ്മൾ എണ്ണൻ്റെ എല്ലാം പണിയെടുക്കുന്നില്ല. അപ്പോൾ ഒരു എണ്ണ കെട്ടുണ്ട് അടാടെ. അതിന് ഞാനിനി ആര് കിച്ചണ് കെട്ടുമെന്നവരോട് പറയുന്നത് എന്താ പറയുക, നമ്മൾ ടൈൽസ് ഇടുമ്പോൾ മുകളിലോളം ഇടണം. കുറച്ചും ബാക്കിയൊക്കെ അങ്ങനെയല്ല ടൈൽസ് ഇടുന്നത്. മോഡൽ പോയെങ്കിലും പ്രശ്നമില്ല. നമുക്ക് എപ്പോഴും കയറ്റ് നീറ്റ് ക്ലീൻ ആക്കിയിട്ട് വെക്കാമല്ലോ. ഇപ്പം ഞാൻ ഇത്ര ഉള്ളത് തന്നെ ഓർഡറെല്ലാം കഴിഞ്ഞാൽ ഞാൻ ചുമരോളം കയറ്റി എടുക്കും. അപ്പോൾ ആ എണ്ണ കച്ചറ കുടിച്ചതെല്ലാം പോയിട്ട് നല്ല വൃത്തിയാണെന്ന് പറഞ്ഞാൽ ഇനി ഇൻഷാല്ലാ ഞാൻ കിച്ചണ കെട്ടുന്ന മുകളിലോളം ടൈൽസ് ഇടുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് നല്ല പാങ്ങാവും കയറ്റി എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇനി പെയിൻ്റ് ആക്കിയിട്ട് തന്നെയാണോ തുടച്ചങ്ങൊന്നും പോകുന്നില്ല. ഒരു എണ്ണക്കെട്ട് മാതി ഇങ്ങനെ നിൽക്കുന്നു കിച്ചണിൽ തന്നെ. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മിതാദ് എണിച്ചിട്ടുണ്ട്. നമുക്ക് മിതാദൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് 2 ആൾക്കും വേണ്ടിയിട്ട്. നല്ല സ്ട്രോങ്ങിൽ ചായ എല്ലാം കുടിക്കാം. പിള്ളമാർക്ക് പഠിക്കാനല്ല ഒരു ഇൻട്രസ്റ്റ് വെച്ച് അല്ലേ അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവന് പഠിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ കഥ ഒന്നും അറിയില്ല. എന്നാൽ പറഞ്ഞാൽ ഇതിൻ്റെ നോക്കും എന്ത് ചെയ്തെന്നല്ലോ. എന്നിട്ട് എനിക്ക് ട്യൂഷനുണ്ട് 7 മണിക്ക്. അപ്പോൾ 7 മണിക്ക് ട്യൂഷനുണ്ട്. അതിന് മുമ്പ് കുറച്ച് പഠിക്കാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പം നമ്മൾ പിള്ളമാരില്ലേ, നമ്മൾ ചെറിയൊരു പ്രായത്തിൽ പിള്ളമാരെ നമ്മൾ അടുത്ത് തന്നെ ആക്കാം. ഈ ചെറിയൊരു പ്രായത്തിലുള്ള പിള്ളമാരെ കുറച്ച് വലുതാകുമ്പോൾ പിന്നെ ഓറ നമുക്ക് കിട്ടാമല്ലോ, ഓരോ വൈക്ക് പോകും. അതിന് മുമ്പുള്ള ഈ ഒരു ടൈമിൽ ഈ ചെറിയ പ്രായം അത് നമുക്ക് ഭയങ്കര ഇനി കുറച്ച് വലുതാകുമ്പോൾ മിസ്സാകുന്ന സംഭവമാണ്. അതുകൊണ്ടില്ലേ ഈ ചെറിയ പിള്ളമാർ അധികം അമ്മമാരെന്ന് ചേർന്നാൽ പിള്ളേരെ കച്ചറാക്കുന്ന പിള്ളേരെ പണി, പിള്ളേർക്ക് എന്തോ ഒരു വൃത്തക്കെട്ട് കഴിയുന്നില്ല സഹിക്കാൻ. അങ്ങനെ ഇങ്ങനെ എല്ലാ ഉമ്മമാരും ചെല്ലലുണ്ട് അല്ലേ. ഞാൻ ചെല്ലലുണ്ട്, പക്ഷേ അതെൻ്റെ പിള്ളേർക്ക് അങ്ങനെ കച്ചറാക്കുന്നില്ല. മഷാല്ല ഇങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, നമുക്ക് അതിനത്ര മാക്സിമം നമ്മൾ മക്കളൊക്കെ തന്നെ ഒന്നിച്ചിട്ടൊരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ടിരിക്കുക, ഒന്നിച്ച് തിന്നാൻ കൊടുക്കുക, ചാടിക്കുമ്പോൾ ചോറ് എല്ലാ സമയത്തും ഒന്നിച്ചിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. കുറച്ച് വലുതാകുമ്പോൾ പിന്നെ ഓറപ്പാടായി നോക്കിയിട്ട് പോകുമല്ലേ. പിന്നെ നമുക്ക് അധികം ഫോണിൽ തന്നെ വേണ്ട പിള്ളമാരോട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മദ്രസ പോയിട്ട് വരുമ്പോൾ അവരോട് കഥകളെല്ലാം ചോദിക്കാം, ഇന്നെന്ത് പഠിച്ച എന്താക്കിയെന്നല്ലേ. ഞാൻ ഇപ്പോൾ വലിയ ആളാക്കിയിട്ട് അങ്ങനെ ആക്കുന്നതല്ല, എന്നാലും നമുക്ക് കഴിയുന്നത്ര പിള്ളമാരൊക്കെ തന്നെ നിൽക്കാൻ നോക്കാം. അപ്പോൾ ഈ കഥയെല്ലാം പറയുമ്പോൾ ഇല്ലേ രാവിലെ പിള്ളേർ ഞാൻ ചായ അതിന് ശേഷം പിള്ളമാരെ സ്കൂളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നും ദോശ തന്നെയാണ് ആക്കിയത്. ഇതാത് ചോദിക്കുന്നുണ്ട് ഇന്നും ദോശയാവും. ഒന്ന് ദോശ അത്ര ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഓർഡറെല്ലാം തിരക്കുണ്ടെങ്കിലേ വേഗം ദോശ കൂട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 2 ആകുമ്പോൾ വെയ്യെ കൂട്ടിയിട്ട് എല്ലാവരും സെറ്റാക്കി പിന്നെ ഞാൻ കുട്ടിയെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ടൊരു ഓർഡർ ഉണ്ടായി. ആ ഓർഡറെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ ഒരു മംഗലത്തിന് പോയിട്ടുണ്ടായി. മൊഗ്രാലിൽ തന്നെ നമ്മളെ ഫാമിലീൻ്റെ അവിടെ. അങ്ങനെ നമ്മളെല്ലാവരും പോയിനും ഉമ്മാവും ഞാൻ പിള്ളമാർ എല്ലാവരും പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വണ്ടി എടുക്കുന്നെങ്കിൽ ഒരു ധൈര്യമില്ല. മിതാദിപ്പുറത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ധൈര്യത്തിലെടുക്കുന്നത്. മിതാദില്ലാൻ കഴിയലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്. മൈമുന്നഗറാണ് നമ്മളെ ഉമ്മാൻ്റെ പേരിനാട്ടി കുറച്ച്
കുറച്ചപ്പുറം. അങ്ങനെ അവിടെ പോയിട്ട് നല്ല അടിപൊളി ചോറ് പറഞ്ഞാൽ നല്ല ഉണ്ടായിന്. മന്തിയാ ബിരിയാണി എന്തെന്ന് അറിയുന്നില്ല. അന്നൊക്കെ നല്ല ചിക്കൻ പീസെല്ലാം നല്ല ജ്യൂസി ആയിട്ട് മട്ടൻ മന്തിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ ചെറുതുണ്ട്, നല്ല ഉണ്ട് ചോറ്. നല്ല ഇങ്ങനെ ഒന്നിനൊന്ന് മുട്ടാണ്ട് നല്ല ചോറും അങ്ങനത്തെ ചോറാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണെല്ലാം കുറച്ച് ക്ലീനെല്ലാം ആക്കിന്, ഓർഡറെല്ലാം കൊടുത്തിട്ടായിട്ട് കുറച്ച് ക്ലീനെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം പോയതാണ്. അപ്പോൾ തുടച്ചിട്ടുണ്ട്, സീറ്റെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇനി കുറച്ചും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇനി നമുക്ക് ഇന്നും കുറേ ചെയ്ത് തീർക്കാനുണ്ട്. എന്തെല്ലാം പണി. ഗ്രിൽസ് എല്ലാം നല്ല കച്ചറായിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് മാറ്റണം, പെയിൻ്റ് ആക്കണം. എന്ത് കഥയെന്ന് അറിയുന്നില്ല, നോക്കട്ടെ. കഴിഞ്ഞെങ്കിലും ഒരു വൈറ്റ് പെയിൻറ് തന്നെ കൊടുക്കുന്നതായിരിക്കുന്നു. ആ പെയിൻറ് കൊടുത്തപ്പോൾ ഞാൻ ആ ഗ്രിൽസ് തന്നെയാണ് സെറ്റോടെ മാറ്റാമെന്ന് വിചാരിച്ചാൽ. പെയിൻ്റ് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ വെള്ളത്തോടെ തന്നെയല്ലേ അധികമോ. ഞാൻ ഈ ഓർഡറെല്ലാം വലിയ ഓർഡറെല്ലാം കഴിഞ്ഞെങ്കിൽ ഫുള്ള് കൗവലാന്ന് വർക്ക് ഏരിയ. വെള്ളം അടിച്ചിട്ട് കൈയെങ്കിലേ നല്ല പുറത്തേക്ക് തന്നെ വെള്ളം പോകുന്നു. അങ്ങനെ കൈറ്റ് ഗ്രിൽസിൻ്റെ ഗ്രിൽസിൻ്റെ താഴെ സൈഡ് അവിടെ എല്ലാം തുരുമ്പ് പിടിച്ചിട്ടില്ലേ ഇങ്ങനെ കുമ്പിച്ച പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഫുൾ തന്നെ സെറ്റ് തന്നെ മാറ്റാമെന്ന് വിചാരിക്കുന്നത്. 2-3 മൈൻഡാന്ന് ഇങ്ങനെ ആക്കണം എന്താക്കണ്ടേന്ന് അറിയുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ചായ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ചായ. എല്ലാവരും ഉണ്ട്. തന്നുണ്ട്, മിന്നുണ്ട്, ഉമ്മ ഉണ്ട്, മിതാദുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും എക്സാമിൻ്റെ പിള്ളമാരെല്ലാം രാവിലെ തന്നെ അടിച്ചിന്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ല കുറേ ചായ എല്ലാം വെക്കുമ്പോൾ നല്ല പാങ്ങുണ്ട്. പിള്ളമാരെല്ലാം അടിച്ചിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ. മിന്നുക്കൊന്നും അത്ര ഇഷ്ടമില്ലാന്ന് ചായ. പക്ഷെ ഞാനിങ്ങനെ നിർബന്ധിച്ചിട്ട് ഇപ്പം മിന്നും കുടിക്കുന്നു. മുമ്പ് കട്ടന് വേണ്ട, കട്ടന് മതി, അത് വേണ്ട, ഇത് വേണ്ട. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചായ മതിയാക്കുന്നു, കുടിക്കുന്നില്ല. ഞാൻ കുടിച്ചില്ലെങ്കിലോ ഒന്നും കുടിക്കലില്ല എന്ന് ചിലണ്ട. ചായ അത് തിന്നലില്ല, ഇത് തിന്നലില്ല, അതെനിക്ക് ഇഷ്ടേയില്ല. അങ്ങനെ ചെന്ന സംഭവം തിന്നില്ലെങ്കിലോ കുടിക്കലില്ല, തിന്നലില്ല, അത് കൂട്ടലില്ല, ഇത് കൂട്ടലില്ല എന്നിട്ട് പിള്ളേരോടെല്ലാം പഠിപ്പിച്ചു. പക്ഷേ അവരെല്ലാം കൂട്ടും. മീൻകറി ആയാലും ചിക്കന്, നമ്മൾ സാധാ വെള്ളക്കറി ആയെങ്കും മുട്ടായെങ്കും മീൻ ഇറച്ചി കോഴി എല്ലാം കൂട്ടും പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ്ങിൽ ചായ എടുക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിച്ചോണ്ട് കഥ പറയാം. അപ്പോൾ ഈ ടൈമിനില്ലേ തന്നു എന്തെല്ലോ ചെലിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നു ചെറിയ പിള്ളമാറില്ല, ഓറ വിഷയത്തിൽ തന്നെ അത്ര മീനൊക്കെയല്ല. ഞാൻ ഇതാത് മിന്നല്ല ചെറുന്നേരം ഇങ്ങനെ കേൾക്കും. തന്നു എന്തെങ്കിലും ചെലിക്കൊണ്ട് വരുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ ചെന്നാൽ ഇതാതും മിന്നും ചെന്ന സ്കൂളത്തെ സ്റ്റോറി എല്ലാം കേൾക്കുന്നല്ലോ. ഞാൻ ചെല്ലുന്നെന്താ കേൾക്കാതെ നല്ല കേട്ടിട്ട് അങ്ങനത്തെ ഒരു പരാതിയാണ് പിള്ളമാർക്ക്. നമ്മൾ ഫോണെല്ലാം നോക്കുന്നെങ്കിൽ പിള്ളേർ എന്തെങ്കിലും സ്കൂളത്തെ സ്റ്റോറിയാ മദ്രസ സ്റ്റോറിയാ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിരിക്കും മുണ്ടാണ്ട് വയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എന്തെങ്കിലും പൊട്ടത്തരായിരിക്കും കുറച്ച് ചെല്ലുന്നത്. എന്നാലും ഒക്കെ അങ്ങനെ ഇങ്ങനെയാ അതെയാ അങ്ങനെ നല്ല ചെല്ലിട്ട് ഓരോ സോപ്പിട്ടിട്ട് ഓരോ ഒന്നിച്ചിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പിള്ളമാർ വന്നിട്ട് എന്ത് നടന്നെങ്കിൽ നമ്മളോട് തന്നെ അമ്മമാരോട് വന്നിട്ട് ചെല്ലും പറഞ്ഞാൽ. അപ്പോൾ നമുക്കതിന് എത്ര ചെറുപ്പത്തിൽ മക്കളെ നല്ല ഫ്രണ്ട്ലി ആക്കാൻ നോക്കാം. അപ്പോൾ അത് ആണായാലും പെണ്ണായാലും എന്തായെങ്കിലും അതെയാ. പിള്ളേരെ അങ്ങനെ നമ്മൾ പിള്ളേരെ ദൂരം ആക്കാൻ കഴിയില്ല. നമ്മളൊന്നിച്ചിട്ട് തന്നെ നിർത്തണം. നമ്മളെ പുറയിലത്തെ എല്ലാ സംഭവം മക്കൾക്ക് അറിയണം. നമ്മൾ ഇത്ര പണിയെടുക്കുന്നത് പെരലുമ്മമാർക്ക് ഇത്ര കഷ്ടമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എല്ലാ സംഭവം. അപ്പല്ലേ മക്കളും അത് കണ്ടിട്ട് വളരുന്നത്. ഇപ്പോൾ ഒരു ഉമ്മമാരുണ്ട് മക്കളോട് ചൊല്ലും പാത്രം കൗതുന്ന പാത്രം എടുക്കുന്നത്. മക്കളോടല്ലോ അതെങ്കിൽ കൊണ്ടാടെ വെച്ചു അങ്ങനെയല്ല. പിള്ളേരോടും കഴിപ്പിക്കണം, പെണ്ണുള്ളവരോടും കഴിപ്പിക്കണം. നമ്മൾ അങ്ങനെ ഇങ്ങനെ അത് വേറെ ഇത് വേറെ എന്നെല്ലാം വന്നു ഓരോ മനസ്സിലേക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാഷാള്ള വിധാതായെങ്കിൽ പാത്രം കവും എല്ലാം അൽപ്പാക്കി തരും. നമുക്ക് വിധാത് മാഷാള്ള അടിച്ചു തരും, തുടക്കലുണ്ട്, നല്ല പണി എടുക്കലുണ്ട്, പാത്രം കവും എന്ന് ഞാൻ മുമ്പ് ചെല്ലിയ ആ പണിയെല്ലാം അധികം ബിസിയല്ലേ ഇല്ല സ്കൂൾ അങ്ങനെ ആയിട്ട് ഉള്ള ടൈമിൽ നമ്മൾ ചെല്ലെങ്കിൽ മാഷാള്ള എല്ലാം എടുത്ത് തരും, തുടച്ച് തരും, പാത്രം കഴുകി തരും, പിന്നെ മിഷീനിലുണ്ടെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കും, എല്ലാം ആക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ പെണ്ണ് എന്നിട്ട് അങ്ങനെ തന്നെ മദ്രസ പോയിട്ടുണ്ട്. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ഓളൊന്ന് പോയിട്ട് അവിടെ നായി ഉണ്ടായിന്. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് ഓളെ പോയിട്ടൊന്ന് വന്ന് അന്ന് കഴിഞ്ഞാൽ അതേ വന്ന കൈയോടെ മിഷീനിലിട്ട്. നമുക്ക് കുറേ പണിയുണ്ട്, തുടക്കാനെല്ലാം ഉണ്ടെന്നല്ലോ ഒന്ന്. അങ്ങനെ മിഷീനിലിട്ടിട്ട് നോക്കുമ്പോൾ സർഫ് കഴിഞ്ഞിന്. ഡെയിലി എടുക്കുന്ന സംഭവം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ടൗണിലും പോകുന്നുണ്ട്, എന്നാലും ഓർമ്മന്നില്ല. ആ പിറ്റേ സൽക്കുമ്പോൾ നല്ല സർപ്പില്ല എന്നിട്ട് ഞാൻ വെള്ളം ഓണാക്കിയിട്ട് പോയി. ഇനിയിപ്പോൾ എന്താക്കല്ലേ എന്നിട്ട് ഞാൻ എന്തൊക്കെ അറിയോ, നമ്മൾ ഹാൻഡ് വാഷില്ലേ ഹാൻഡ് വാഷ് ഉണ്ടായി, പിന്നെ എന്താക്കുന്നത് അതെങ്കിലും അത് നെല്ലില്ലേ അതിനെ കൂട്ടിയിട്ടാണ് ഞാൻ അലക്കിയത് അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാനില്ലേ കിച്ചണിൽ തന്നെ ഇട്ടിട്ട് വെക്കലും ഉണ്ട് തീർന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് സാധനം ഓർഡർ ആക്കുമ്പോഴേക്ക് അല്ല പുറത്ത് പോകുമ്പോഴേക്ക് ഓർമ്മ വന്നു നമുക്ക് ഇതാനേ മറന്നിൻ്റെ ഒരു വക അതിലായിട്ട് തിരക്കായി അങ്ങനെ. ഇനിയിപ്പോൾ വിചാരിച്ചു കിച്ചണിൽ തന്നെ ഒരു ബുക്ക് സെറ്റാക്കിയിട്ട് വെക്കണോ, എന്ത് കഴിഞ്ഞ് അപ്പം തന്നെ എഴുതിയിട്ട് വെച്ചെങ്കിൽ നടക്കുന്നില്ല. അത് ഇങ്ങനെ ഓരോന്ന് മറവിയാന്ന്.
അങ്ങനെ എന്തായാലും കഴിയുന്നിട്ടില്ലേ ഞാൻ എന്തൊക്കെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് നല്ല പാങ്ങല ഇടേണ്ടി വന്നു. പക്ഷേ ഹാൻഡ് വാഷ് ഇട്ടിട്ട് അലക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം മുള്ളെല്ലാം കൊണ്ടിട്ട് അറുത്തിട്ട് ഞാൻ പുറത്തധികം ഇടലില്ല. മുള്ള തന്നെയാണ് നമുക്ക് പുറത്തിട്ടങ്ങ് എടുക്കാനും വെക്കാനൊന്നും ടൈമേ കിട്ടുന്നില്ല. അതുകൊണ്ട് മുള്ളിട്ടങ്ങ് അവിടെ ഉണ്ടാവുമല്ലോ. പുറത്തിട്ടങ്ങ് എന്തായാലും മൂന്നിയാകുമ്പോൾ അർജൻറ്റ് എടുക്കണ്ടേ. അങ്ങനെ ഒരു ട്രിപ്പ് ആലിടുമ്പോൾക്ക് മുമ്പത്തെ ട്രിപ്പിന് ഞാൻ എടുത്തിട്ട് ടേബിളിൽ വെച്ചിന്. ഈ ടേബിളിൽ വെച്ചെങ്കിൽ മടിക്ക് പോകുന്നു. ആ ബെഡ്റൂമിൽ ആ മറ്റി കൊണ്ടിട്ടെങ്കിലേ 2 ദിവസം അത് അവിടെ തന്നെ ബാക്കി. പിന്നെ ഒരു ഓർഡർ ആകാൻ പറ്റി വന്നെങ്കിൽ പിന്നെ പറയണ്ട, അത് അവിടെ തന്നെ വയ്ക്കാന്ന്. അങ്ങനെ ഫുള്ളൊന്ന് രാവിലൊന്നെല്ലാം അലക്കലും കഴിഞ്ഞ് ഉള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ച് ഒന്ന് മുറ്റം അടിച്ച് വാരി എന്നിട്ട് പുറത്തെ കിച്ചണ് ഉള്ളിലത്തെ കിച്ചണ് വർക്കേരി എല്ലാം ഒന്ന് അടിച്ചിട്ട് വാരി അടിച്ചിട്ട് എടുത്തിട്ട് അമ്മനെ നമുക്ക് സമാധാനമായി അലക്കിയിട്ട് അടിച്ചിട്ട് അമ്മനെ പകുതി പണി കുറഞ്ഞ പോലെ അറിഞ്ഞാൽ അങ്ങനെ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഞാൻ ദോശയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെന്താ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിന്, അതെല്ലാം കയറ്റിയെടുക്കുന്നുണ്ട്. ഓരോരിക്കലും രാവിലെ തന്നെ പണിയെടുക്കാൻ നല്ലൊരു മൂഡ്. രാവിലെ ഈ പാത്രം കൗല് അടിക്കൽ, മുറ്റടിക്കൽ, അലക്കൽ അതെല്ലാം നല്ലൊരു പണിയൊന്നുമില്ല നമുക്ക്. ഉച്ചോളം ഉറങ്ങിയിട്ട് ഒരു 9 മണി 10 മണിക്ക് തുടങ്ങുമ്പോൾക്ക് ഒരു മൂഡേ ഉണ്ടാകുന്നില്ല. രാവിലെ എടുക്കുമ്പോൾക്ക് നല്ലൊരു എനർജിയാണ് പണിയെടുക്കുമ്പോൾക്ക്. അങ്ങനെ അപ്പോൾ ഞാൻ നല്ല പാങ്ങല തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വിമ്മില്ലേ പാത്രം കൗന്ന ലിക്വിഡ്, അതിലില്ലേ നല്ലൊരു ചേരി കൂടി തുടച്ചെങ്കിൽ നല്ല മിന്നിട്ട് വരുന്ന പറഞ്ഞാൽ. ഞാൻ മുമ്പെല്ലാം കുക്കറെല്ലാം ഇങ്ങനെ മിന്നിച്ചോണ്ടായിരുന്നു, എൻ്റെ പാത്രമെല്ലാം ഇങ്ങനെ മൂട് കാണാം, അങ്ങനെ മിന്നിച്ചോണ്ടായി ഞാൻ. അപ്പോൾ ആടെ മാപ്പിളയുടെ എല്ലാം ഉണ്ടാകുമ്പോൾ ഇപ്പം ഇല്ലേ ഈ ഓർഡർ തിരക്ക് ബിമ്പി കയറ്റെടുത്തിട്ട് അത് ചട്ടിയെല്ലാം ഒരു ലുക്ക് പോയിന് ചട്ടീൻ്റെ എല്ലാം. ഞാൻ എങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ നല്ല പാങ്ങല മിന്നിച്ചോണ്ട് വയിലോട്ട് എടുക്കണം കുക്കറിനെല്ലാം ഒന്ന്. അങ്ങനെ ഇടയിൽ ഞാൻ പാത്രം കാണുന്നുണ്ട്, ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ചുടുന്നതിൻ്റെ ഇടയിലല്ലേ അത് കരിഞ്ഞോണ്ട് വരുന്നുണ്ട്. അത് ഓരോരിക്കും ഉറങ്ങിയിട്ട് അണിച്ചിട്ട് അങ്ങനെ നല്ല മൂട്ടിൽ ചിരിച്ചോണ്ട് വരും. ഓരോരിക്കും കരിഞ്ഞോണ്ട് തന്നെ വരും. പിന്നെ പാലെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ പിന്നെ ഒന്ന് സെറ്റാകുന്നത് അങ്ങനെ. അപ്പം എൻ്റെ ഇടയിലും അതിൻ്റെ ഡ്രസ്സിനെല്ലാം ഇച്ചിരെല്ലാം ഇടുന്നുണ്ട്. രാവിലെ നമുക്കൊരു 2 കൈ തയ്യാത്തൊരു മാതിരിയുള്ള തിരക്കല്ലേ പിള്ളേർ പോകുന്നത് ഫുഡാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ ബേബി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. കുറേ ആൾ ചോദിക്കലുണ്ട് കരിയുന്നില്ലേ എന്ന്. ബേബി ഓർഡറെല്ലാം എടുക്കുമ്പോൾ നല്ല വാങ്ങല കരിയെന്ന് പറഞ്ഞാൽ അവൻ്റെ മൂഡ് പോലെ ഉണ്ടാവും, പുള്ളമാറ മൂഡ് പോലെ. ഒരിക്കൽ നല്ല കരിച്ചെല്ലാം കരിയും. അങ്ങനെയുള്ളതെങ്കിലേ ഞാൻ ബേയോ ഉമ്മാൻ്റെ എല്ലാം ഭാവിൻ്റെ എല്ലാം മറ്റു കൊടുക്കും. രാവിലെ തന്നെ അവർക്ക് എന്നെ ഹെൽപ്പാക്കാൻ കഴിയുന്നില്ല വരാൻ. അപ്പോൾ ഞാൻ ബേയോനെ കൊടുത്തിട്ട് വിടുവാണ് പമ്പസെല്ലാം ചേഞ്ച് ആക്കിയിട്ടായിട്ട്. അപ്പോൾ ആടെ നിന്ന് കളിച്ചോളിട്ട് ഏതൊരിക്കൽ നമ്മൾ ഇങ്ങനെ പിടിക്കും അറിയാം അങ്ങനെ. അപ്പോൾ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. സ്നാക്സ് കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണോ എന്നിട്ട് ബിസ്ക്കറ്റ് ഇതെല്ലാം തീർന്നില്ല. അപ്പോൾ ഞാൻ വേന്താക്കി ഫ്രിഡ്ജിൽ ബ്രെഡ് ഉണ്ടായിന്, ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ കുറച്ച് ഗണാശ ബാക്കി ഉണ്ടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി ക്രീം ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ക്രീം കൊണ്ടുമില്ല, ചോക്ലേറ്റിൻ്റെ കളറേ മാറി അറിഞ്ഞാൽ. എന്നിട്ട് ആ ക്രീം ഒന്ന് മെൽട്ടായതിനു ശേഷം ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ചോക്ലേറ്റ് ഫില്ലാക്കിയിട്ട് കൊടുത്തതാണ് പിള്ളമാർക്ക് സ്നാക്സ് ആയിട്ട്. അപ്പം ഇതാദ്യം എക്സാം ഉള്ളത് കൊണ്ട് തന്നെ വേഗം പോയിന്, 8:30 മണിയാകുമ്പോൾ പോയിട്ട് ആയിന്. പിന്നെ ഇനി തന്നെ ഒന്ന് ബാക്കിയുള്ളത് പോകാൻ. അങ്ങനെ വേനും വന്നിട്ടുണ്ട്. ഓർന്നിടുന്നേണ്ട്. അങ്ങനെ പിന്നെ ഷൂവും സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് കരിയണ വേണ്ടതെന്നിട്ട്. പായുന്നെന്തോ കണ്ടതുകൊണ്ടില്ല ഇങ്ങനെ മുണ്ടാണ്ട് നിന്നിട്ട് നോക്കുന്നുണ്ട്. അധികം പോകുമ്പോൾ കരിയല്ല തന്നെയാണെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 2-3 ദിവസമായി ഇങ്ങനെ കരിയാണ്ട് നിന്നിട്ട് ബേജായി പിള്ളേർക്കിടായിന്. ഇനി എന്താ ഇങ്ങനെ കൊണ്ടുപോലായിട്ട് ഇപ്പം കരിയുന്നില്ല. അതിനിങ്ങനെ നോക്കിയിരുന്നതിന് ഇപ്പം ബാഗെല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ അറിയുന്നു തോന്നുന്നു ഇത് സ്കൂളിലേക്ക് നമ്മളെ കൊണ്ടുപോല കരിഞ്ഞിട്ടൊന്നും ഗുണമില്ലായിട്ട്. അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് അതിന് ശേഷം മെല്ലെ ഉള്ളിലേക്ക് വന്നു. പുറത്തേക്ക് കഴിഞ്ഞെങ്കിലും പിന്നെ ഉള്ളിലേക്ക് ഇരുന്നില്ല, ജെല്ലിയിലെല്ലാം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പുറത്തേക്കല്ല, ഞാൻ ഡോർ അടിച്ചിട്ട് ഉള്ളിൽ തന്നെ ടോയ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നിർത്തിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ലേ പ്രോട്ടീൻ പൗഡറിൻ്റെ ഓർഡർ ഉണ്ടായി. കുറേ സൈസ് ചോദിക്കുന്ന കുറേ ആൾ. അപ്പം നമുക്കത് പൊടിക്കാനേ ടൈം മുട്ടിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇന്ന് ഓർഡർ ഇല്ല എന്നിട്ട് ഞാൻ വേഗം എന്തൊക്കെ പൊടിച്ചിട്ടെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട്. അപ്പോൾ ഉമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ ഉമ്മയുടെ എന്തെങ്കിലും ടിന്നിലേക്കെല്ലാം വെട്ടിച്ചിട്ട് ഉമ്മയുടെ ഇട്ടേക്കുന്നുണ്ട്. പറഞ്ഞാൽ എനിക്ക് ഓർഡർ ഇല്ല എന്നല്ല, ഓർഡർ ഉണ്ട്. ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ ചെയ്യാം ഇല്ലല്ലോ ഒന്ന് ടിന്നിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ വന്നിട്ടുണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ മെല്ലെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കാണാതെ. അപ്പോൾ കുറച്ച് ആളുണ്ടായി ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടില്ലേ, എൻ്റെ മോള് ജെല്ലീനെ എന്നെ വീഡിയോയിൽ പല കണ്ടിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേങ്ങലുണ്ടോ പറയുന്നത് മീൻ അങ്ങനെ. അപ്പോൾ അയിലാണ് നിന്ന് മേങ്ങിയത്. അതിൽ നല്ല നമുക്കില്ലേ മുകളിൽ വെക്കുന്നില്ലേ, എന്ന് മുകളിലിട്ടത് നല്ല ചെന്നില്ലേ വെറ്റിച്ചെടുത്തത് ആ പണ്ടത്തെ നാടൻ സ്റ്റൈലുള്ളൊരു
അയില മുളക് ഉണ്ടാക്കുക. അതിങ്ങനെ അയില മേങ്ങിയിട്ട് ഞാൻ അതിനെ മുറിച്ചിട്ട് നല്ല പാങ്ങലൊക്കെ ആയിട്ട് വരെല്ലാം ഇട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. മുളക് അങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് പുളി നല്ല പാങ്ങല മഞ്ഞൾപ്പൊടിയും പുളി കൂട്ടി അരച്ചിട്ട് ഒരു മാതിരിയുള്ളൊരു നല്ലോണം വെള്ളമല്ല തിക്കുമല്ല ആ ഒരു മാതിരി ആക്കിയിട്ട് വെച്ചിന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ചിന്. ഇനി നമുക്കത് അയില നല്ല ഇങ്ങനെ ഇട്ടിട്ട് എടുക്കാം. എന്നിട്ട് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ അന്നൊരു ദിവസം ചെയ്തിന്. എന്നിട്ട് കുറേ ആളുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല പറയുന്നുണ്ടായി. നല്ല ജീരകവും ഉലുവാനെല്ലാം ഇട്ടിട്ടില്ല നല്ല അടിപൊളി അയില മോള് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, നമ്മളെ നാടൻ സ്റ്റൈല് കാസർഗോഡ് സ്റ്റൈൽ എന്നെല്ലാം പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കൊടിയമ്മ സ്റ്റൈൽ എന്നല്ല. കാസർഗോഡിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെല്ലാം ഉണ്ടല്ലോ. പക്ഷെ കൊടിയമ്മ കറി ഇതൊന്നും ഇടല്ല അറിഞ്ഞാൽ. മീനിൻ്റെ തന്നെ ടേസ്റ്റാണ് എനിക്ക് വരുന്നത് നേരെ ഡയറക്റ്റ്. അങ്ങനെ ഞാനിതാ ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഒരു വേണ്ടിയത് അറിഞ്ഞാൽ നല്ലോണം വെള്ളമല്ല തിക്കുമല്ല അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും ഒരു മീനില്ലേ ഇട്ട് കൊടുക്കാം. ഈ മീനില്ലേ മുളകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങിയിട്ട് നിൽക്കണോ. എന്നിട്ട് നമുക്ക് നല്ല തിളച്ചിട്ടില്ലേ ഇതിൻ്റെ വെള്ളമെല്ലാം വെറ്റിയിട്ട് വരണം. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഉണ്ടെങ്കിലേ വെറുതെ തന്നെ ചോറ് കഴിക്കാനോ ടേസ്റ്റാന്ന് പറഞ്ഞാൽ. കറി എന്തില്ലെങ്കിലും പ്രശ്നമില്ല. തളിയും കഞ്ഞാക്കിയിട്ട് ചൂടോടെ കഴിക്കാനേ മക്കളെ എന്തൊരു ടേസ്റ്റ്. വന്ന് അവിടെ തറവാടിലുണ്ടാകുമ്പോൾ അപ്പുറത്തെ തറവാടിലുണ്ടാകുമ്പോൾ അധികം മീൻ മുകളിൽ വെക്കും. അപ്പോൾ ഉമ്മന്ന് ചെയ്യലും അപ്പളുടെ ഉമ്മ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് അടുപ്പിച്ചിട്ട് കൊടുക്കും. ഉമ്മ അതിനൊരു വെക്കുന്ന സ്റ്റൈലും ഒരു തിളപ്പിക്കുന്ന സ്റ്റൈലും അതിനൊരു എണ്ണ കൂട്ടുന്നതെല്ലാം വേറെ സ്റ്റൈലും. നമ്മൾ തൊട്ടങ്ങ് ശരിയാവില്ല. നമ്മളെല്ലാം അടുപ്പിച്ചിട്ട് കയറ്റും ഇതാക്കിയിട്ട് എല്ലാം കൊടുക്കും. മീനെല്ലാം മുറിച്ചിട്ട് സംഭവങ്ങളെല്ലാം ആക്കിയിട്ട് ഉമ്മ അതിനെ നല്ല ആരംഭത്തോടെ വെക്കും. അത് മീൻ കറി ആയെങ്കിൽ അങ്ങനെ നമ്മൾ മുമ്പ് മാപ്പിളയുടെ ഉണ്ടാകുമ്പോൾ നമ്മൾ തിളപ്പിക്കല്ലേ അരച്ചിട്ട് എടുത്തിട്ട് മീൻ എടുത്തിട്ട് കയറ്റ് ഉള്ളി തക്കാളി കട്ടാക്കിയിട്ട് കറച്ച് എല്ലാം പറിച്ചിട്ടെല്ലാം കൊടുക്കും. ഉമ്മ അതിനൊരു തിളപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഒരു കയ്യിൻ്റെ കാണ ഇടുന്നത് ഒരു ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കുന്നത്. എന്നിട്ട് തിളച്ചതിന് ശേഷം മറ്റേ തിടുപ്പില്ല നമ്മളെ ചോറ് വാർക്കുന്നത് അത് വെച്ചിട്ട് മൂടുന്നത്. ഓരോ മീനിന് ഒരു സ്റ്റൈലാണ് കറിയെല്ലാം വെക്കുന്നത്. പിന്നെ ഒരു പൊടി മീനിട്ടില്ലേ മറ്റേ എന്തോ ചെയ്യുന്നില്ല മീനെ അതെല്ലാം വെച്ചെങ്കിലേ മെല്ലെ അരപ്പ മൂടണം തിടുപ്പ് മൂടണം. അതിലേക്ക് മൂടി അങ്ങ് മീൻ പോകുന്നല്ലോ. അപ്പം എന്തെല്ലോ ചെല്ലുന്നു നമ്മിങ്ങനെ ആക്കുന്നല്ലേ. ഓറലതിൻ്റെ അതിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഉലുവാനൊരു ഇത്തിരി ഇട്ട് ജീരകം ഒരു ഇത്തിരി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കറച്ചപ്പെട്ട് അതിൻ്റെ മുകളിലേക്ക് 3 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിന്. ഇതെല്ലാം ഇട്ടിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസിൽ കയറ്റി വെച്ചിട്ട് നല്ല വാങ്ങല തിളച്ചിട്ട് ഒരു മാതിരി ആകുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടില്ലേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെയും തിളക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ നല്ല തേങ്ങെണ്ണ കൂട്ടിയിട്ടില്ല ഒരു 1.5 സ്പൂണ് തേങ്ങെണ്ണ കൂട്ടി പിന്നെ നല്ല വെറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചങ്ങയ്യാവേ. അപ്പോൾ നല്ല അയില മുളക് ഇട്ടത് റെഡിയായി. ഇത് നമുക്ക് ഇവിടെ കഴിക്കാനല്ല, ഞാൻ മുഗ്രാലിൽ പോകുന്നുണ്ട്. അപ്പോൾ മുഗ്രാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മണി 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാകുമ്പോൾ മിതാത്തുള്ള എക്സാം കഴിഞ്ഞിട്ട് വരും. ഉച്ചാകുമ്പോൾ വരുന്നത് മിതാത്ത് വന്നതിന് ശേഷം പോകാന്നിട്ട് പിന്നെ തന്നുണ്ണിയമ്മനിയും സ്കൂളിൽ നിന്ന് എടുത്തിട്ട് തന്നെ പോകാമെന്നുള്ള വെച്ചിട്ട് അങ്ങനത്തെ എല്ലാം ഒരു പ്ലാനായി. ഇതിപ്പോൾ എന്താവുമെന്ന് അറിയില്ല നടക്കുമെന്ന്. അങ്ങനെ അത് കളിക്കുന്നേണ്ട് അതിട്ട് ഇന്ന് മറിയുമ്പോഴേക്കില്ലേ നോക്കിയോനെ തലക്ക് വെച്ചിട്ട് അല്ലാന്നുള്ള നല്ല ഭാഗമുണ്ട്. ഇപ്പോഴത്തെ ഒരു കളിയെല്ലാം ഈ ഒരു പ്രായത്തിൽ നല്ല മജയുണ്ട്. ഈ ഒരു പ്രായത്തിൽ കുറച്ച് ബിസിയാക്കുന്ന വിഷയം പറയുന്ന നല്ലൊരു പ്രായമല്ലേ. അപ്പോൾ എന്തോ ഒരു മജ. ഇപ്പോൾ ഓരോ വിഷയം ഇങ്ങനെ ഈ രണ്ട് വിഷയം കൂട്ടിയിട്ടില്ലേ ചെറുതായിട്ട് വിഷയം പറയുമ്പോൾ നോക്കിയോ അല്ലാന്നല്ല തൈൽ കേൾക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒന്നായിട്ട് മറിയുമ്പോഴേക്കില്ലേ അല്ലാന്നിട്ട് തലക്ക് കൈ വെക്കലാന്ന് 2 കൈ പറഞ്ഞാൽ അങ്ങനെ നല്ല മജയുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞ് മതി വലുതാണ്ടാന്ന്. ചെറിയ കുഞ്ഞിനെ നമുക്ക് നല്ല പാങ്ങാന്നല്ലേ കയറായിക്കോണ്ട് നിൽക്കാൻ അങ്ങനെതാ. അപ്പോൾ മീനെല്ലാം നല്ല പാങ്ങല തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ പ്രോട്ടീൻ പൗഡർ കണ്ടില്ല, അത് ഓർഡർ ഉണ്ട് കംപ്ലീറ്റിലെല്ലാം കൊടുക്കാൻ. അങ്ങനെ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് കാസർഗോഡ് എത്തിച്ച് തരുമെന്ന്. സോറി കാസർഗോഡ് ഞങ്ങൾക്ക് പോകുന്ന ആളില്ല. റസറോല് മാപ്പിളെല്ലാം നാട്ടിലുണ്ടെങ്കിലേ പിന്നെയും നമ്മൾ പോകലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇല്ലെങ്കിൽ പോലെയില്ല പൂർവ്വം എപ്പോഴെങ്കിലും. അപ്പോൾ അളിയന്മാരൊക്കെ ഏട്ടത്തിയന്മാരൊക്കെ അങ്ങനെ പറ്റി പോയാൽ കഴിയും. ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെ പോലെയില്ല. നമുക്ക് നേരാണ് കുമ്പളയാണ്. കുമ്പളല്ല ഇതുണ്ട് കാസർഗോഡ് അങ്ങനെ അറിയുന്നില്ല പോകാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അതാ മീനെല്ലാം നല്ല വെറ്റി കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ ഈ ടൈമിൽ ഉപ്പെല്ലാം നല്ല ചെക്കാക്കിയിട്ട് നോക്കണോ കറക്റ്റെല്ലാം ഉണ്ടാകുന്നല്ലോ. അപ്പോൾ നല്ല പാങ്ങല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ തീ ഓഫാക്കി. ഞാൻ കുളിയുന്ന സ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ടൈമിൽ തീയിൽ പകുതി ഞാൻ പ്രോട്ടീൻ പൗഡർ കൊണ്ടുപോകുന്നുണ്ട്. അടച്ചാൻ്റെ പൊടിയിൽ വെക്കാൻ പകുതി തന്നെ വെക്കും. പിന്നെ ആരെങ്കിലും പോകുന്നെങ്കിൽ കൊടുക്കും.
ഓക്കെ. അങ്ങനെ അപ്പോൾ കൊറിയർ അയക്കാനുണ്ട്. അവർക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണമെന്ന് വെച്ചിട്ട് 1/2 കിലോ പ്രോട്ടീൻ പൗഡർ വേണമെന്ന് വെച്ചിട്ടില്ലേ, അത് കൊറിയർ അയക്കാനാണ്. കൊറിയർ അയക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരാളില്ലേ, ഒരാൾ തന്നെ 4-5 ടിന്ന് ഓർഡർ ആക്കും. അപ്പം ഞാൻ എന്താ ഒന്നിൽ തന്നെ ഇട്ടിട്ട് കൊടുക്കും. ഓരോരാൾ വേറെ വേറെ ഓർഡർ ആക്കുന്നില്ല, ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരാൾ ചെന്നില്ലേ, അങ്ങനെ അങ്ങ് വേറെ വേറെ ഇടുന്നില്ല, കുറേ ആക്കും. അപ്പോൾ ഇതെന്ത് കഥയെന്ന് അറിയോ, ഞാൻ വല്ല കാഷ്യൂ ഫ്രൈ ആക്കുന്നില്ലേ, ഒന്ന് ബദാം ഫ്രൈ ആക്കി നോക്കി. അങ്ങനെ ഞാനൊന്ന് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കിയതാന്ന് പറഞ്ഞാൽ ബദാം ഫ്രൈ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഇല്ല പറഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് വരുന്നു. കാഷ്യൂ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ, ഇതൊരുമാതിരി എന്ത് ടേസ്റ്റ് എന്ന് അറിയുന്നില്ല, എന്തോ കഴിക്കുമ്പോൾ എന്തൊന്നും അറിയുന്നില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ അത് ആരും ഉണ്ടാക്കണ്ട, അത്ര വലിയ ടേസ്റ്റ് ഇല്ല സംഭവം. അങ്ങനെ പുള്ളന്മാരെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിന്. ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തനുക്ക് മിന്നുക്ക് സ്കൂളിലേക്ക് വിളിക്കാൻ പോകാൻ. തനുവിനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കിയാൽ തന്നു മിന്നു നല്ല ഇങ്ങനെ കോച്ചിയാക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചെല്ലെല്ലാവരും ഉമ്മ ഉപ്പല്ല വിളിക്കാൻ വരുന്നത്, എൻ്റെ ഉമ്മ മാത്രമേ വരുന്നില്ല. അല്ല തന്നുക്ക് എപ്പോഴും പരാതിയാണ് രാവിലെ പോകുമ്പോൾ. ഞാനിപ്പോൾ അപ്പം അവൻ്റെ ഉണ്ടെങ്കിൽ വരാം, അവിടെ പോകുന്നെങ്കിൽ വരാം, വെറുതെ വരുന്നതിന് നെറ്റില്ലേ ഇന്നറിയാണ്ട് പോയതാണ്. നല്ല സന്തോഷമായി പിള്ളേർക്ക്. പോയെങ്കിൽ മാത്രം പോരാ, അവിടെ പകുതി വിളിക്കുമ്പോൾ ഇല്ലേ സ്റ്റാഫ് റൂമിൽ പോയി പറയണോ, ടീച്ചറോട് ചെല്ലണോ, അങ്ങനെ എന്തെല്ലോ പണിയുണ്ട്. അപ്പോൾ നമുക്ക് മടിയാന്ന്, എന്നിട്ട് സ്കൂൾ കളിക്കിട്ട് വന്നിട്ട് ഞാൻ പോയിരിക്കുന്നത്. വണ്ടിയിൽ പോകുമ്പോൾ പാട്ടും വെച്ചിട്ടും ഇത് ഭയങ്കരത്തിലുണ്ട്. ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് ഡ്രൈവ് ആക്കുന്നുണ്ട്. അപ്പോൾ ചെന്നിട്ട് ഉമ്മയ്ക്ക് നോക്കിയിട്ട് ചിരിക്കുന്നു. പേടിച്ചിട്ട് നമുക്കിവിടെ ചിരി വരണ്ടേ, എന്നിട്ട് ചെല്ലിയതുകൊണ്ടില്ലേ ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവ് ആക്കുന്ന കണ്ടിട്ട് കുറേ ആളെന്നോട് ചോദിച്ചു, നീ എങ്ങനെ പഠിച്ചത്, മുമ്പേ പഠിച്ചിനാ, എങ്ങനെയെന്നല്ല. മുമ്പൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ അസുഖം തന്നെ ജസ്റ്റ് ഒരിക്കലും 2 നാട്ടിൽ വന്നിട്ടാൻ പറ്റില്ല, അതൊരു നേരമായിട്ടാണ് നമുക്ക്. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ കൂടിയതിന് ശേഷമാണ് ഞാൻ നേരെ പഠിച്ചത്. പഠിക്കുന്നവർക്ക് ഞാൻ എന്താ പറയുക എനിക്ക് പറയാനുള്ളത്, നമുക്ക് അതിന് അത്രയില്ല ഡ്രൈവിങ് പഠിച്ചെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ മെല്ലെ 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 എടുത്തുകൊണ്ട് നിൽക്കാം. പേടിയാണെന്നിട്ട് മാറ്റി നിർത്തിയെങ്കിൽ ഒരിക്കലും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ആ പേടിനൊരു സൈഡ് മാറ്റിയിട്ടില്ലേ കയ്യിന്നെങ്കിൽ അറിയുന്നത്ര അറിയുന്നില്ല, ഇങ്ങനെ ധൈര്യത്തിലെടുക്കാം. മെല്ലെ മെല്ലെ ഓട്ടാം. നമ്മൾ 20-30 പോകുന്നത്, അപ്പോൾ പ്രശ്നമില്ല. മെല്ലെ സൈഡിലെ റോട്ടിലെ കൂടിയിട്ട് റോട്ടിൽ കയറ്റാനുള്ളൊരു ധൈര്യം വേണം. എന്നെങ്കിൽ നമ്മൾ ഡ്രൈവിങ് പഠിച്ചതിന് എന്തെങ്കിലും ഒരു കാണുണ്ടാവും. കുറേ ആൾ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ തന്നെ ഫാമിലി എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ പഠിച്ചത്, എങ്ങനെ ധൈര്യം വന്നു. ഞങ്ങൾക്ക് ധൈര്യം ഒന്നും വന്നിട്ടാ, പേടി തന്നെ ഉണ്ട്. പക്ഷേ പേടി ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഓട്ടുന്നതാന്ന് പറഞ്ഞാൽ നമ്മൾ 20-30 സ്പീഡിലല്ലേ ഓട്ടുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ആരെങ്കിലും മാപ്പിളന്മാർ കഴിഞ്ഞത്ര ഇരുത്താണ്ടിക്കുക, അവർക്ക് ചൂടിയായിരുന്നു എന്തായാലും. നല്ല വാങ്ങല ഡ്രൈവിങ് ആക്കുന്നില്ലേ, നമ്മെ അറിയാതെ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പോകുമ്പോൾ എന്തായാലും അവർക്ക് ചൂടിയായിരുന്നു. കഴിഞ്ഞത്ര നമ്മളെ മക്കളെയാ ചെറിയ ആളെ ഇരുത്താം. അപ്പോൾ നമുക്കില്ലേ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിലോട്ട് പേടിപ്പിക്കാനൊരു സമാധാനമാവും നമുക്ക്. മാപ്പിളമാർ പഠിപ്പിക്കാൻ നമുക്ക് ഉണ്ടാകാമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുരക്കെത്തി, പുരയിൽ ജ്യൂസ് കുടിച്ചു, നല്ല ബീഫ് ബിരിയാണി ആക്കി ഏട്ടത്തിന് ഇതെല്ലാം കൂടിയിട്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ വേവിച്ചിട്ടായതിനു ശേഷം ഇല്ലേ കുറച്ച് ബിസിയും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടായിട്ട് നമ്മൾ പുതിനാട്ടിയുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിനാട്ടി വിരലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിരലുണ്ട്, പോലുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് കറങ്ങാൻ പോലുണ്ട്. പിന്നെ ഓറ് കറങ്ങാനെല്ലാം പോയിട്ടുണ്ടായിന്, അങ്ങനെല്ലാം ഉണ്ട്. എനിക്ക് കഴിഞ്ഞില്ലേ, ഇനി ഓർ എന്തുകൊണ്ടാക്കട്ടെ അല്ലേ, എൻജോയ് ആക്കട്ടെ, മാഷാഅള്ള. ഇപ്പം ആക്കിയും കഴിയില്ലല്ലേ, നല്ല വാങ്ങല അടിച്ച് പൊളിക്കട്ടെ. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ അലയാണ്ടർ വണ്ടി ഗേറ്റിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടായി. ഇത് അതിനോട് ഒന്ന് ഉള്ളിൽ വെക്കാലും ഞാൻ വെക്കാലില്ലേ, ഞാൻ ഓവറാക്കിയിട്ട് പോയിട്ട് ഞാനും എല്ലാം ഒന്ന് എടുത്തിട്ട് വെക്കുന്നുണ്ട്. പഠിച്ചെങ്കിൽ ഇങ്ങനത്തെ അറിവില്ലല്ലോ നമുക്ക്. മെല്ലെ ഒന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റിയതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഇനി കേക്കിൻ്റെ ഓർഡർ കാണിക്കണ്ടേ നിങ്ങൾക്ക്. കുറേ ആൾ കേക്കിൻ്റെ ഓർഡർ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനില്ലേ വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഐറ്റംസ് സംഭവങ്ങളൊന്നുമില്ല, അതുപോലെ ആക്കി കാണിച്ചു തരുമോ, പഠിപ്പിച്ച് തരുമോ. കുറേ റെസിപ്പിയെല്ലാം കണ്ടിന്, അന്നെങ്കിൽ നമുക്കൊരു ശരിയാകുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നല്ല പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതില്ലേ ഞാൻ അപ്പോൾ ഒരിക്കലല്ലേ പോയിട്ട് വന്ന് രാത്രിയായി, പിന്നെ പിറ്റേത് രാവിലെയാണ്. അപ്പോൾ വേറെ ഒന്നും ചാക്കൂട്ടാൻ ബിസ്ക്കറ്റ് സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ മുട്ട എടുത്ത് രാവിലെ തന്നെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർക്ക് മുട്ടയും ചായയും കൊടുക്കാനായിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് നമുക്ക് ഒരു ഭംഗിയില്ല പറഞ്ഞ ഓടിക്കാൻ. അങ്ങനെ അപ്പോൾ അപ്പോൾ അവിടെ മുട്ടയാട്ട് ഇപ്പുറത്തെ ചായയാട്ട്. ആ ടൈമിലില്ലേ ഞാൻ കുറച്ച് മുട്ട തീർന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇന്നലെ വരുമ്പോൾ തന്നെ പുരേന്ന് കൊടുന്നിട്ടില്ലേ നമുക്ക് അപ്പത്തിൻ്റെ വേറെ എന്തെങ്കിലും ഓർഡർ ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് മുട്ട രാത്രി വരുമ്പോൾ തന്നെ കൊടുന്നിന്. ഞാനില്ലെങ്കിൽ 100-200 മുട്ട അങ്ങനെ ഒരു ഒറ്റയടിക്ക് മേങ്ങലാണ്. അല്ലെങ്കിൽ മുട്ടൻ്റെ വണ്ടിയില്ലേ ഷോപ്പിലേക്കെല്ലാം വരുമ്പോൾ അങ്ങനെയും മേങ്ങുന്നു ഒരിക്കോ. അപ്പോൾ ഇപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട്, നേരെ ഒന്ന് മേങ്ങാനെല്ലാം ഉണ്ട്.
അങ്ങനെ അപ്പോൾ കേക്കിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം ഇതാന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് കപ്പ് എന്തായാലും വേണം. അല്ലെങ്കിൽ ക്ലാസ്സിലെല്ലാം ചെയ്യാം, കുപ്പി ക്ലാസ്സിലെല്ലാം അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ അന്നൊരിക്കോ കേക്കിൻ്റെ സംഭവങ്ങളെല്ലാം സെയിലായിക്കൊണ്ടായി അപ്പോൾ കൊടുന്നിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണം, 3 ഉണ്ട്, ഇനി ഏകദേശം 250 ഉറുപ്പുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ കുമ്പള ഷോപ്പിൽ കൊടുക്കാൻ വെച്ചല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിന്, അതെല്ലാം കഴിഞ്ഞ് 3 ബാക്കിയായിന്. ഞാനിപ്പോൾ ഒന്നെന്തോ തപ്പുമ്പോൾ ഉണ്ട് നല്ല നല്ല അടിപൊളിയിൽ. പിന്നെ നമുക്ക് കേക്കിന് മെയിനായിട്ട് വേണ്ടിയതാ ഇതെന്താ പറയുക, ബീറ്ററാണ് വേണ്ടിയത്. സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടായിന്, അതിൻ്റെ അത് കത്തിയിട്ട് പോയിന്. അതെന്താ പറയുക, ഞാൻ സിറോട്ടൊക്കെ എല്ലാം എന്നെ കുഴച്ചത്. നമ്മൾ 50 കിലോ സിറോട്ടെല്ലാം ഇങ്ങനെ ഒരു ഇത്തിരി ആക്കിയിട്ട് കുഴച്ചത്. അതിൻ്റെ എന്തോ കണ്ടൻസർ തന്നെ അടിച്ചു പോയി തോന്നുന്നു. അത് പിന്നെ പൊട്ടായി നേരാക്കിയിട്ടില്ല. പിന്നെ അതിന് ഞാൻ കുജിലി കൊടുത്തു. അതിൻ്റെ പാത്രമാണ് ഇത്, നോക്കിയാൽ നല്ല യൂസാണ്. ഞാൻ ഫ്രിഡ്ജിൽ കട്ടൊക്കെ വെക്കലില്ല തന്നെ, നല്ല വാങ്ങാന്നില്ല, എടുത്തിട്ട് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ പാത്രം ഞാൻ കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിന്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ബീറ്റർ അതാണ്, നമുക്ക് അതിൽ തന്നെ പിടിക്കുന്ന ഹാൻഡ് ബീറ്റർ ഇല്ല അത്. പിന്നെ വേണ്ടത് ടേൺ ടേബിളാണ്. ഇതും വേണ്ടത് തന്നെയാണ്. ഓർഡർ എടുക്കുന്നില്ലെങ്കിൽ ആ ഒരു സംഭവം വേണം. നമ്മളിങ്ങനെ കേക്ക് നല്ല ഫിനിഷ് ആവാനില്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം നല്ല പാങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈറ്റ് കിട്ടുന്നത് ചീപ്പ് റേറ്റ് കുറച്ച് ഒരു 200 350 അങ്ങനെ എന്തോ തോന്നുന്നു. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്ന് നമ്മൾ കേക്കിന് മെയിൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 kg കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനും വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ട് കുറച്ചിട്ട് തിക്കിയിട്ട് എടുക്കണ്ട. മൈദ ഇങ്ങനെ കിട്ടിയിട്ട് മുകളിലൊന്ന് തുടച്ചിട്ടെടുത്താൽ മതിയാവേ. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്. ഈ അര സ്പൂൺ എന്നല്ല പറയുന്നില്ലേ, 1/4 സ്പൂണാണ്. നേരെ നോക്കിയോ നിങ്ങൾ, 1/4 സ്പൂണുണ്ട്. ഓക്കെ, ഇതിങ്ങനെ കറക്റ്റാണോ എന്നിട്ടില്ല, ഒരിത്തിരി എടുത്താൽ മതി. ഞാനിങ്ങനെ നിങ്ങൾക്കിപ്പോൾ റെസിപ്പി ചെയ്യുന്നുണ്ട്, നേരെ കാണിച്ചു തരാം. ഓക്കെ, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ഇതേ സ്പൂണിൽ ഞാൻ 2 ഇടുന്നുണ്ട്. അപ്പോൾ 1 സ്പൂണായില്ലേ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ ഇങ്ങനെ ഒരു അരപ്പയിലിട്ടിട്ട് അരച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബൗളില്ലേ, ഇപ്പം എല്ലാവരുടെ കയ്യിലും അരപ്പുണ്ടാവണമെന്നില്ലല്ലോ. എന്നോട് അധികം പറഞ്ഞു ഞങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കേക്ക് റെസിപ്പി കാണിച്ചു തരുമെന്നാണ് അധികം പറയുന്നത്. അപ്പോൾ സാധാരണക്കാരിൽ അധികം അരപ്പുണ്ടാവില്ല. അപ്പോൾ എന്താക്കുക, അരപ്പില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു സ്റ്റീലിൻ്റെ ബൗളിലിട്ടിട്ടില്ലേ നല്ല ഭാഗങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അരക്കണമെന്ന് പറയുന്നതിനറിയാം, അതിൻ്റെ ഉള്ളൊരു കട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം പോട്ടയില്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ അരപ്പയാണുണ്ടത്, അതിലാണ് ഞാൻ അരക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ അരക്കാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബൗളിലിട്ടിട്ട് അതിന് ശേഷം അല്ലേ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഭാഗങ്ങളൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത്. ഇതെല്ലാം ഐറ്റം നിങ്ങൾക്ക് വേണമെന്നില്ല, കേക്കിന് ഓർഡർ എടുക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്കിത് ഓർഡറും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ അതിൻ്റെതായ ഇതിൽ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എല്ലാം മെയിൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ടില്ലേ നല്ല ഭാഗങ്ങളൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിനൊന്ന് മാറ്റിയേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, മുട്ട വിറ്റാക്കുക. ഓക്കെ, 1 kg കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 4 മുട്ട വേണം. അതിന് ചെറുതായാലും വലുതായാലും എങ്ങനെയായാലും 4 മുട്ട. ഒരാൾ 3 മുട്ടയിൽ ചെയ്യുന്നു, പക്ഷെ ഞാൻ മുമ്പേ ഒരു ട്രൈ ആക്കിയിട്ട് നോക്കി 4 മുട്ടയിൽ തന്നെയാണ്, അത് തന്നെ ഞങ്ങൾക്ക് കംഫർട്ടാകുന്നതും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മൾ എടുക്കുന്ന എല്ലാ സംഭവങ്ങളും ഡ്രൈ ആയിരിക്കണം. അതിപ്പോൾ നമ്മൾ ബീറ്റർ എടുക്കുന്നെങ്കിൽ ബീറ്ററിൻ്റെ ബ്ലേഡല്ലേ നല്ല ഉണങ്ങിയിട്ട് വേണം, ഒരു തുള്ളി വെള്ളം അല്ല. നമ്മളിപ്പോൾ മുട്ടയിടുന്ന ബൗളില്ലേ അതും അങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാണ്, ഒരു തുള്ളി വെള്ളം കൊള്ളാനേ കയ്യില്ല അറിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് വരില്ല, മനസ്സിലായ. അപ്പോൾ 4 മുട്ട ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത് മുട്ട ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത കപ്പില്ലേ ആ കപ്പിൽ 1 കപ്പ് ഷുഗറില്ലേ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അങ്ങനെ പൊടിച്ച പഞ്ചസാര തന്നെയാണോ എന്നിട്ടില്ല, നമ്മൾ ഇടിയുള്ള പഞ്ചസാര ഇട്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന ടൈമിനല്ലേ കഷ്ടപ്പെട്ടിട്ട് പൊടിച്ചിട്ടെല്ലാം 5 കിലോത്തിൻ്റെ ടിന്നിലെല്ലാം നിറച്ച് പൊടിച്ചിട്ട് വെക്കും മുമ്പെല്ലാം. ഇപ്പോൾ പൊടിക്കലൊന്നുമില്ല, അങ്ങനെ ഇടുന്നു. മുട്ട എല്ലാം കൂട്ടി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇങ്ങനെ ഇട്ടാൽ മതിയാവേ. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര. ഓക്കെ, പഞ്ചസാര ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് നമുക്ക് വനില എസൻസ് കൂട്ടി കൊടുക്കുക. വനില എസൻസ് അങ്ങനെ നിങ്ങൾ ബേക്കറിയിൽ നല്ല മേങ്ങുന്നെങ്കിലേ ഓരോന്ന് ഭയങ്കര ഒരു പറഞ്ഞൊരു സ്മെല്ലുണ്ടാകും, അതൊന്നും മേങ്ങാറുണ്ട്. പുഷിൻ്റെത് അങ്ങനത്തെ എല്ലാം ഒരു കമ്പനി കിട്ടുന്നത്, അത് നല്ലതാണ് നമുക്ക് യൂസ് ആക്കാൻ. ഞാനിപ്പോൾ വലുത് മേങ്ങി, നമുക്ക് അധികം വേണ്ടി വരുന്നത് കേക്കിനെല്ലാം ഇവിടെ യൂസ് ആക്കാൻ ഒരു ഇത്രക്കുണ്ട് വനില എസൻസ് കിട്ടുന്നത് ചെറിയത്. നിങ്ങൾ അത് മേങ്ങിയാൽ മതി. ഇനി 20 30 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു.
ഫ്രിഡ്ജിൽ കൊണ്ടുവന്നിട്ട് വെച്ചാൽ കുറേ ദിവസത്തേക്ക് എന്താ വില ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് ടൈഗറിൻ്റെ വേങ്ങി ടൈഗർ കുഷെല്ലാം നല്ല സ്മെല്ലാണ്. അങ്ങനത്തെ നോക്കിയിട്ട് വേങ്ങണം അപ്പോൾ പിന്നെ വേറെ എന്നൊരു സ്മെല്ലുണ്ട് അത് വാങ്ങാന്നില്ല. അന്നൊരു ഞാൻ അറിയാതെ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിന് അങ്ങനെ ചാടീന് സ്മെല്ല് വാങ്ങിയില്ലായിട്ട് അങ്ങനെ. അപ്പോൾ നമുക്കെല്ലാം ഇല്ലേ ഇനി തുടങ്ങാം. അങ്ങനെ അതാ ബീറ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കാം. ഫസ്റ്റ് തന്നൂന്നിട്ട് ഞാൻ ബീറ്റാക്കുന്നില്ല വന്ന് തന്നുവാന്ന് ഫസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഒക്കെ അതിനാണെങ്കിൽ എന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആവുമ്പോൾ ഞാനാക്കട്ടെ, വങ്ക് തരുമോ, ഞാൻ ചെയ്യട്ടെ, ഞാനാക്കട്ടാക്കുന്നത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വേനായിട്ട് പോകുന്നു പറഞ്ഞാൽ അതുകൊണ്ട്. അപ്പോൾ ഞാനിതാ നല്ല ഭാഗങ്ങളൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനക്കില്ലേ ഇപ്പോൾ വേറെ ഓർഡറും ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഇതിൻ്റെയൊക്കെ വേറെ കുറച്ച് കൂടുതൽ തന്നെ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ 1 kg മെഷർമെൻറ്റ് തന്നെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാ നല്ല ഭാഗങ്ങൾ ഫ്ലഫി ആയിട്ട് വരണോ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എന്തായാലും ബീറ്റ് ചെയ്യണം. ഇതിനെല്ലാം നല്ല ക്ഷമ വേണം. എന്തിപ്പോൾ ഇതാവാതെ എന്നിട്ട് ബെമ്പെമ്പെമ്പെ അമ്പരപ്പാക്കിയാൽ കുറച്ച് റിലാക്സ് ആയിട്ട് നല്ല ഇഷ്ടത്തോടെ ചെയ്യണം. നമ്മൾ ഫുഡിൻ്റെ എന്ത് സംഭവം ഉണ്ടാക്കുന്നെങ്കിലും അത് കേക്കായാലും ബിരിയാണി ആയാലും അച്ചാറായാലും എന്തായാലും നല്ല ഇഷ്ടത്തോടെ ചെയ്തെങ്കിലേ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട് സംഭവം. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴേക്കില്ലേ എത്ര ഇഞ്ചിൻ്റെ ടിൻ എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് 7 ഇഞ്ച് എടുക്കാം, 8 ഇഞ്ച് എടുക്കാം, 6 ഇഞ്ച് എങ്കിലേ 2 വട്ടം കൂട്ടാം. 1/2 kg പോലെ ആക്കിയിട്ട് ഹൈറ്റുള്ള ടോൾ കേക്കെല്ലാം ആക്കുന്നില്ലേ അതിന് 6 ഇഞ്ചെല്ലാം ആക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുക സാധാരണ പേപ്പറിൽ എങ്ങനെ ബട്ടർ പേപ്പറാക്കാന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾ ഇതിനെ കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ നമ്മൾ ഇതിലേക്ക് ഓയിൽ കൊടുത്തെങ്കിൽ ബട്ടർ പേപ്പർ തന്നെയായി. നമ്മൾ കേക്കിനെല്ലാം യൂസ് ആക്കുന്ന ഷോപ്പിൽ നിന്ന് മേങ്ങുന്ന പേപ്പറില്ലേ അതങ്ങനെയാണ് ആക്കൽ. എണ്ണ തൊട്ടിട്ടില്ലേ നമ്മൾ ഓയിൽ ഫുള്ള് പേപ്പറിലേക്ക് തൊട്ടിട്ട് ഞാൻ ഉണങ്ങാൻ വെക്കും. അപ്പോൾ അത് ബട്ടർ പേപ്പറായി അങ്ങനെ. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ കട്ടാക്കിയിട്ട് പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലോ അപ്പോൾ 10 ചിക്കല കട്ടാക്കുന്നുണ്ടല്ലേ അങ്ങനെ റൗണ്ടിൽ കട്ടാക്കിയിട്ട് വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ കട്ടാക്കിയത് ഒരു ഇത്തിരി ചെറുതായി പോയി. അപ്പോൾ സാരല്ല, പ്രശ്നമില്ല. ഇത് നമ്മൾ കേക്ക് ആക്കിയിട്ടില്ലേ പേപ്പർ വെച്ചില്ലെങ്കിലും ടിന്നിൽ നാളിയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നേരെ ഒന്ന് വെച്ച് തന്നതാണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇനി ഓയിലെല്ലാം പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെച്ച് കൊടുക്കാം. നോക്കിയാൽ കളർ ചേഞ്ച് ആണെന്ന് കണ്ടാ ഇത് തന്നെയാണ് ബട്ടർ പേപ്പർ. ഞാൻ നേരെ ഈസി ആയിട്ട് തളിയിട്ട് വരും. നല്ല അങ്ങനെ ഓയിൽ തട്ടി കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ടിന്ന് സെറ്റായി. പിന്നെന്താ മുട്ടൻ്റെ മൈദൻ്റെ അളവെല്ലാം കറക്റ്റായില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. കേക്കിന് മെയിനായിട്ട് വേണ്ടിയ സംഭവം എന്താ പറയുമോ ബീറ്റർ മെയിൻ വേണം, ടേൺ ടേബിൾ മെയിനായിട്ട് വേണം, പിന്നെ ഒരു സ്പാച്ചുല വേണം. സ്പാച്ചുല എന്തോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. പിന്നെന്ത് വേണം ഒരു പൈപ്പിംഗ് ബാഗില്ലേ നമ്മൾ മറ്റേ കവറില്ലേ ആ വൈൻ്റെ കിട്ടുന്നത് കുറച്ച് പൈസ 5 രൂപ 10 രൂപ അങ്ങനെ എന്തോ ഒരിത്തിരിയാണത്. പിന്നെ ഏതെങ്കിലും നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ അതിൻ്റെ നോസിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്തിനാന്ന് ഓർമ്മയില്ല. വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. മുട്ട നോക്കിയാൽ നല്ല ഇങ്ങനെ ആയിട്ട് വരണം. അത് നമ്മൾ ബീറ്റാക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടില്ല, ഒരു വൈറ്റ് കളറാണ്, ഓഫ് വൈറ്റ് പോലത്തെ കളറായിട്ട് വരുന്നു. നല്ല പാങ്ങല നല്ല ക്ഷമയോടെ ചെയ്തെങ്കിൽ നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടും. നിങ്ങൾ ചെയ്തോറില്ല എനിക്ക് ഫോട്ടോ ഇടണോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഫോട്ടോ യൂട്യൂബിലിടാവാ കാണിക്കാം. നിങ്ങൾ ആരെല്ലാം ചെയ്തതിന് എന്നിട്ട് ഓക്കെ. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഓക്കെ. 1 kg എന്തില്ല പിള്ളമാർക്ക് കഴിക്കാനെങ്കിലായില്ലേ 1-2 വട്ടം ചെയ്യുമ്പോൾ സെറ്റാവും. ഞാൻ ക്രീം ഇടുന്നതിൽ കാണിക്കുന്നില്ല, സ്പഞ്ച് മാത്രം കടിച്ച് അടുത്ത വീഡിയോയിൽ ക്രീം ഇടുന്ന കാണിക്കാവേ. അപ്പോൾ ഗ്യാസിൽ വെക്കിറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്ന ഈ ടൈമിൽ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഇതിൽ. അപ്പോൾ കുക്കറിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വെറ്റിയിട്ടായതിനു ശേഷം ഇല്ലേ എന്നാൽ ചെറിയ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓവന് ബ്രീറ്റ് ആക്കുമ്പോൾ തന്നെ ഒരു ചട്ടി അങ്ങനെ വെക്കാം. ഇതിപ്പോൾ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചട്ടിയും വെക്കാം. കുക്കറില്ലെങ്കിൽ മൂടിയുള്ള ഒരു ചട്ടി വെച്ചങ്ങ് മതി. എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആയെന്ന് ഇരിക്കുന്നത്. അപ്പോൾ ചോദിച്ചതെല്ലാം ക്ലിയർ ആയില്ലേ. അപ്പോൾ നമുക്കില്ലേ 1 kg ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇല്ലേ 1/2 kg അതിലേക്ക് പാല് വേണം. അല്ലെങ്കിൽ പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഇല്ലേ ഇളം ചൂടുവെള്ളമാവും. പാലും അങ്ങനെ ലൈറ്റ് ചൂട് വേണ്ടിയത് തണുത്ത പാലല്ല സാധാരണ ഇളം ചൂടുവെള്ളം. ഓക്കെ. ഇളം ചൂട് വേണം. പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം കൂട്ടാം. ഓക്കെ. 1/2 kg എന്നിട്ടായിട്ട് എന്താക്കണം അറിയോ പിന്നെ ഇത് 1/4 കപ്പില്ലേ അതിൽ ഒരു ഓയിൽ ഒഴിക്കണം. കുറച്ച് 1/4 കപ്പ് നിറച്ചും വേണ്ട, ഒരു 1/4 ഓയിൽ ഒഴിച്ചിട്ടില്ലേ കൂട്ടി കൊടുത്തിട്ടായിട്ട് നമ്മൾ മെല്ലെ ഒന്ന് ബീറ്റാക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിന് 1/4 കപ്പ് നിറച്ചും വേണ്ട, ഒരു 1/4. ഇത് നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല വൈറ്റ് ഫോറസ്റ്റാണ് ചെയ്യുന്നത്. ഇതേയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താക്കണം അറിയോ നമ്മളിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടില്ല ഫസ്റ്റ്
മൈദനെ അതിൽ 1/4 കപ്പ് മാറ്റിയിട്ടില്ല, 1/4 കപ്പ് അതിൽ കൊക്കോ പൗഡർ ഇട്ടാൽ കൈ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയി. അപ്പോൾ അതാ ഞാൻ സ്ലോയിൽ ഓണിലിട്ടിട്ടുള്ളത്. ഇപ്പോൾ ബീറ്റർ സ്ലോയിലൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയതിന് ആ ഓയിലും പാലെല്ലാം മിക്സ് ആയതിന് ശേഷം ഇല്ലേ നമുക്കൊരു ഇത്തിരി ആയിട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇടുന്ന നേരെ നോക്കിയോ. എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കിയാൽ മതി. ഓക്കെ, വാട്സപ്പിൽ ദയവ് ചെയ്ത് ചോദിക്കണ്ട, കമൻറ്റിൽ തന്നെ ഉണ്ടാവാ. വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരൂല. ഓക്കെ, കമൻറ്റിൽ ചോദിച്ചാൽ റിപ്ലൈ തരാം. അങ്ങനെ അപ്പോൾ ഇതാ എല്ലാം ഒന്ന് മിക്സ് ആക്കി. ഇപ്പോൾ ഞാൻ ബീറ്ററിൽ തന്നെ മിക്സ് ആയിനാ. ഇത് നമ്മൾ ബാറ്റർ താണിട്ടൊന്നുമില്ല, മെല്ലെ മിക്സ് ആക്കണം. അപ്പോൾ താവല്ല, നമുക്ക് സ്പീഡിൽ മിക്സ് ആക്കുമ്പില്ലേ ഈ പൊന്തിയ ബാറ്റർ അങ്ങനെ താവും. അപ്പോൾ കേക്ക് നേരാവില്ല അറിഞ്ഞാൽ ഇങ്ങനെ മെല്ലെ ബീറ്റ് ആക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ കുറേ നേരമാവും. ബീറ്റെങ്കിൽ കുറച്ച് നേരത്തിൽ ഇങ്ങനെ സെറ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അതെല്ലാം ഒന്ന് ബാറ്ററിൽ ഒന്ന് ഉറ്റി തീരിടുക. ഇതാണ് സ്പാച്ചിൽ അറിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം മേങ്ങുന്ന ഷോപ്പായിട്ട് കുമ്പളയിലൊരു ഷോപ്പുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവിടെയെന്ന് നമ്മളെല്ലാ കേക്കിൻ്റെ ഐറ്റംസും ഉണ്ടാവും. ടിന്ന്, സ്പാച്ചില, ബീറ്ററും ഉണ്ടാവും തോന്നുന്നു. ബീറ്ററിൻ്റെ സംഭവം അറിയില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേക്കിൻ്റെ. എല്ലാം ഒന്ന് ഉറ്റിട്ടായതിനു ശേഷം നമുക്ക് ഇതിനടുത്തിട്ട് പോകാനിടാം. നമുക്ക് ക്രീം ഒന്ന് വിറ്റാക്കണ്ടേ. ആ ടൈമിൽ നമുക്ക് ഇതിനൊന്ന് കുക്കറിൽ മാറ്റി വെക്കണം. അപ്പോൾ ഇതിനൊന്ന് കവാനിടാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്ര സ്ലോയിലാണ് കാണിക്കുന്നതിനറിയോ, കുറേ ആളുണ്ട് കേക്കിനെ കുറിച്ചിട്ട് അറിയാത്തവർ. അപ്പോൾ ഓർക്കും വേണ്ടിയിട്ടാണ് മെല്ലെ പറയുന്നവേ. എനിക്ക് തന്നെ വോയിസ് ഇട്ടിട്ട് സൗണ്ട് പോയി. ഇതുപോലെ കുറേ ഓടെ പറഞ്ഞില്ല, നേരെ മനസ്സിലാവുന്ന പോലെ ആക്കി തരോ, ചെല്ലിത്തരോ, പറഞ്ഞു തരോ എന്നല്ല ചോദിക്കുന്നുണ്ടായി. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഞാൻ വീഡിയോ ചെയ്യണമെന്നിരിക്കുന്നത്. അങ്ങനെ ആയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഞാൻ നേരെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ക്രീമെല്ലാം ചെയ്തിന് എല്ലാക്കിന്. പക്ഷേ മോന് സ്കൂളിലേക്ക് എന്തോ ആവശ്യത്തിന് ഫോൺ വേണം എന്നിട്ടും ഇതത് പകുതിയിൽ നിന്ന് ഫോണും കൊണ്ടുപോയി. അതുകൊണ്ടാണ് ക്രീം ബീറ്റാക്കുന്ന സംഭവം ക്രം കോട്ടിങ് ഒന്നും കാണിക്കാത്തത്. പക്ഷേ അത് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ കുക്കറിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കുന്ന കണ്ടോ നിങ്ങൾ. കുക്കറിൻ്റെ ഉള്ളിൽ ആ ടീന്ന് വെച്ചിട്ട് ഇട്ട് വെച്ചിന്. ഇനി നമുക്ക് എന്തൊക്കെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്ത് പഠിക്കണ്ട, നമ്മൾ ഈ മൂടി വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റണം. മാറ്റിയിട്ടായിട്ട് പിന്നെ അതിൻ്റെ ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആകുമ്പോൾ ഇല്ലേ ആ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ ആവി വരുന്നത് കാണാം. നമുക്ക് നേരെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആവി വരുന്നത് കാണുമ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ ചെക്കാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നല്ല ഒന്ന് മൂടിക്ക് കൊടുത്തിട്ടുണ്ട്. വെച്ച പാടില്ല, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി ടൈം ആകുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. തീ എപ്പോഴും കൂട്ടിയിരണ്ട, പിന്നെ കച്ചറാവും, കത്തിയിട്ട് പോവും, പിന്നെ നമുക്ക് എന്തെല്ലാം ആവും. തീ എപ്പോഴും ചെറിയ തീയിൽ വേണോ, അത് മെയിൻ ശ്രദ്ധിക്കണോ. ഇതിൽ നമുക്ക് ആവി വരും. ആവി വരുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ബാക്കിയുള്ള ബാറ്ററിന് ഞാൻ കൊണ്ടുപോയിട്ട് ഓവനിൽ വെക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞങ്ങൾക്ക് സിറോട്ടൻ്റെ ഓർഡർ, ചട്ടിപ്പത്തിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അത് അടയ്ക്കട്ടെ, അത് ഞാൻ മാറ്റി വെച്ചിരുന്ന ബാറ്റർ. അപ്പോൾ നമുക്കില്ലേ ഗണേശ വേണം ഇതിൽക്ക്. ഇതെല്ലാം ഇട്ടെങ്കിൽ ടേസ്റ്റ് കൂടുന്ന സംഭവമാണ്. ഗണേശത്തിനറിയോ ക്രം കോട്ട് ചെയ്യുമ്പോൾ അതിന് ഞാനിതാ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഫിയോന ക്രീമിൽ ഒരു ഇത്തിരി കൂട്ടി കൊടുത്തു. അത് നമുക്ക് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. ആ ടൈമിൽ കേക്ക് ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ സെറ്റായിട്ട് വന്നിന് നമുക്കിനൊന്ന് പുറത്തെടുക്കാം. ഇപ്പം ഇല്ലേ ഗ്യാസിൽ വെച്ചെങ്കിൽ ഈ കളറാണ് മുകളിൽ ആകുന്നത്. ഇനി ഞാൻ ഓവനിൽ വെച്ച കേക്കിൻ്റെ കളറൊന്ന് കാണിച്ചു തരാം. അത് നല്ല ഗോൾഡൻ കളറായിട്ട് വരും. ഗ്യാസിൽ വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു കളറാവും. പക്ഷേ ടേസ്റ്റ് നല്ല അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ല ഉണ്ടാകുന്ന പറഞ്ഞാൽ. മുകളിൽ കാഞ്ഞിട്ടാകുമ്പോൾ വേറൊരു ഇതുപോലെയാണ്. അത്ര തന്നെ സംഭവം. സ്റ്റവ് ടോപ്പിൽ തന്നെ വെക്കുന്നതിന് പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ ഒരു കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേഗം ഒരു ഓവന് വേങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഗ്യാസിൽ തന്നെയാണ് ഞാൻ 2 കൊല്ലം കൊടുത്തത്. ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് കേക്ക്. അപ്പോൾ വേണമെങ്കിൽ അത്ര തിരക്കുണ്ടായി ഞങ്ങൾക്ക് കേക്കിൻ്റെ. മാസത്തിൽ 40, 50, 60 കേക്ക് ആക്കിയ നാളുണ്ട് ഞാൻ. അത്രയ്ക്ക് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അങ്ങനെതാ ഇത് ഞാൻ നോക്കിയാൽ ചോക്ലേറ്റും കുറച്ച് ക്രീം ഇട്ടിട്ടില്ലേ ചെറിയ തീരൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാൻ ഇങ്ങനെല്ലാം കൊടുത്തെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾക്ക്. പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലിട്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടെങ്കിൽ, എന്തിട്ടെങ്കിലും ടേസ്റ്റ് നല്ല കൂടും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിങ് കാര്യങ്ങളല്ലേ അല്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പറ്റും. ഭയങ്കര ലെങ്തി ആയി. ഇനി ആരെങ്ങനെ പിടിച്ചിട്ട് ബെട്ടിടും എന്ന് പറഞ്ഞാൽ അത്ര വലിയ വീഡിയോ ആയി.
ഇത് രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്, ഒരു വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കാഞ്ഞ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീഡിയോ കാണിച്ചിട്ടാണ് തിരിച്ചത് നിങ്ങൾ. അപ്പോൾ ഓന് 9 മണിയായി ടൈമായി, സ്കൂളിൽ ലേറ്റായി എന്നല്ല ലേറ്റില്ലേ, ഓന് ഫോണും കൊണ്ട് പോയതാണ്. പിന്നെ അതിന് ശേഷം കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുവരെ ഉള്ളതാണ് വീഡിയോ ഇതെല്ലാം. അപ്പോൾ അതാ ഞാൻ നമുക്കില്ലേ മുമ്പെല്ലാം ഫിയോന നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിന്. ഒരു 1 kg കേക്ക് ക്രീം കൊടുന്നെങ്കിൽ ഒരു 4 കിലോ കേക്കെല്ലാം ആക്കാൻ പറ്റുന്നുണ്ടായി. പക്ഷെ ഇപ്പം 3 കിലോ ചെയ്യുമ്പോൾ തന്നെ കേക്ക് ക്രീം തീർന്നിട്ടാന്ന് പറഞ്ഞാൽ തീരെ ക്വാണ്ടിറ്റി കുറവ്, ക്വാണ്ടിറ്റി തീരെ കുറഞ്ഞിന്, നല്ല കുറഞ്ഞിന്, മനസ്സിലായാ. അപ്പോൾ അതാ ഞാനിപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു കിലത്തിൻ്റെ കേക്ക് ആക്കുന്നെങ്കിൽ 2 കപ്പ് ക്രീം എടുത്തവേ. മുമ്പെല്ലാം 1.5 കപ്പ് എടുത്താൽ മതിയായിരുന്നു, പക്ഷേ ഇപ്പോൾ 2 കപ്പ് എടുക്കണം. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം അങ്ങനെ. അപ്പോൾ അതാ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്കില്ലേ പൊടിച്ച പഞ്ചസാര ഒരു 5 സ്പൂണ് ഇട്ട് കൊടുക്കുക, പൊടിച്ചത് ഇടിയല്ല. അപ്പോൾ നല്ല ക്രീം നല്ല മധുരമായിട്ടില്ല, നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക, ഒരിത്തിരി വനില എസൻസിൽ ഒരു നുള്ള് വനില എസൻസെല്ലാം ഇട്ട് കൊടുത്താൽ എന്തിട്ടും ടേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല പാങ്ങല ബീറ്റാക്കിയിട്ട് എടുക്കുക. ഓക്കെ, ആ ടൈമിൽ ഞാനില്ലേ ഷുഗർ സിറപ്പ് എങ്ങനെ അറിയാം, 1 കപ്പിലേക്ക് 5 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ മിൽക്ക് മെയ്ഡ്, പിന്നെ നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക്. ഓക്കെ, അപ്പോൾ അതാ കേക്കിൻ്റെ നമ്മൾ ഓവനിൽ കയറ്റിയപ്പോൾ കേക്കിൻ്റെ കളർ ഉണ്ടാ ഇങ്ങനെ കളറായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.